ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഏറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു രാംചരൺ മൂവി തിയേറ്ററിലേക്ക് വരികയാണ്. ഗെയിം ചേഞ്ചർ എന്ന മൂവി. ഈ മൂവി ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഉം, ശങ്കറാണ്. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് തമനാണ്. കാർത്തിക്കാണ് ഇതിൻ്റെ സ്റ്റോറി. സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് ശങ്കറും കാർത്തിക് സുബ്രാജും കൂടി ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം 2025 10-ാം തീയതി 1-ാം മാസം എന്ന് വെച്ചാൽ ആ സമയത്താണ് ഈ തെലങ്കാന സ്റ്റേറ്റിൽ ഒരു വൻ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ വലിയൊരു ഫെസ്റ്റിവൽ ആയിട്ടുള്ള സംക്രാന്തി. അപ്പോൾ ആ സമയത്താണ് അവർ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സംക്രാന്തി ഒരു ഫെസ്റ്റിവൽ സമയത്ത് റിലീസ് ചെയ്യുന്ന പറയുമ്പോൾ അത്രയും ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമ തന്നെ വേണം. അപ്പോൾ ഒരു എന്താ പറയുക, എല്ലാവർക്കും പോയി കാണാൻ ഒരു എൻജോയ്മെന്റ് മൂവിയിൽ കാണാൻ പറ്റിയ മൂവി ആയിട്ടാണ് എനിക്ക് ടീച്ചർ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഇതിന്റെ മറ്റു ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കൈര അദ്വാനിയാണ് നായികയായിട്ട് വരുന്നത്. പിന്നെ എസ് ജെ സൂര്യ, ജയറാം, നാസർ, സമുദ്രക്കന്നി, പിന്നെ സുനിൽ, ഇവരൊക്കെയാണുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളുകൾ. പിന്നെ ബാക്കിയുള്ളവരും കുറേ ആളുകളുണ്ട്. പിന്നെ ഈ സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 450 കോടി രൂപയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മൊത്തം മുടക്കുമുതൽ. പിന്നെ ശങ്കറിന്റെ ഒരു വേറൊരു ഇൻഡസ്ട്രി ചെന്നിട്ടുള്ള ആദ്യ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേക്കാം. പിന്നെ രാംചരണിന്റെ ഈ മൂവി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു സ്റ്റാർഡം നിലനിർത്തിയിട്ടുള്ള സിനിമയായിട്ടാണ് വരാനുള്ള സാധ്യത. കാരണം അദ്ദേഹം ഇപ്പോൾ മൊത്തത്തിൽ എല്ലാവരുടെയും അറിയപ്പെടുന്ന ഒരു എന്താ പറയാ ഒരു ആക്ടേഴ്സ് ആയതുകൊണ്ട് ഇതുവരെയും മെഗാ പവർ സ്റ്റാർ എന്നാണ് അദ്ദേഹത്തിന്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗ്ലോബൽ സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ ഈ സിനിമ ഏലിയൻസ് വല്ലതും കാണുകയാണെങ്കിൽ യൂണിവേഴ്സൽ പവർ സ്റ്റാർ എന്നോ ഇല്ലെങ്കിൽ യൂണിവേഴ്സൽ സ്റ്റാർ എന്നോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പം എന്തായാലും ഗ്ലോബൽ സ്റ്റാർ എന്നൊരു പട്ടമാണ് ആൾക്കുള്ളത്. ഇനിയിപ്പോൾ ഏലിയൻസ് എല്ലാം സിനിമ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ടൈറ്റിൽ എന്തായാലും യൂണിവേഴ്സൽ സ്റ്റാർ എന്നാകും. നമുക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല. പിന്നെ നമ്മുടെ ശങ്കരെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ, 450 കോടി കൈ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 200 കോടിയോളം ഈ സിനിമയിൽ പാട്ടിന് വേണ്ടി കളയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് മുൻകാല സിനിമകളെല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെ പിന്നെയും നോക്കുകയാണെങ്കിൽ ആദ്യകാല സിനിമകളിൽ ഈ പാട്ടിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല, വലിയ ചെറിയ രീതിയിലായിരുന്നു. എന്നിരുന്നാലും അന്നത്തെ ബജറ്റ് വെച്ച് അദ്ദേഹം അതിനെ നല്ല യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ എല്ലാത്തിനും നല്ല ക്യാഷ് ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഇവിടെ ഇല്ലാത്ത രാജ്യത്തിന്റെ അറ്റത്ത് പോയിട്ട് അവിടെ സെറ്റൊക്കെ ഇട്ടില്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അതൊരു 200 കോടി അതിന് പാട്ടിനെ കളയും. പിന്നെ ഈ പാട്ട് സിനിമയിൽ വന്നതിന്റെ ഉദ്ദേശം ശുദ്ധി നമുക്ക് നോക്കാൻ പാടില്ല. പാട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. പിന്നെ രാംചരണിന്റെ മൂവി എന്ന് പറയുമ്പോൾ എനിക്കിത് ഫുൾ കൊമേഴ്ഷ്യലേക്ക് തന്നെ അതിനുള്ള ഒരു പാക്കപ്പ് അദ്ദേഹത്തിനുള്ള ഒരു ഭാഗത്തിലേക്ക് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടാവുക. എന്നിരുന്നാലും രാംചരണിന്റെ രംഗസ്ഥലം പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. ആ ഒരു സിനിമയിലാണ് അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം വന്ന എല്ലാ സിനിമ നോക്കുകയാണെങ്കിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ കയറുത്ത് അദ്ദേഹത്തിന്റെ എവിടെയെങ്കിലും കുത്തിയാൽ പോലും എക്സ്പ്രഷൻ വരാത്ത രീതിയിലുള്ള പരിപാടിയാണ് ഇപ്പൊ കുറെ കാലങ്ങളായിട്ടുള്ള അദ്ദേഹത്തിന്റെ സിനിമ. ഓക്കെ, പിന്നെ ഈ ടീച്ചറെ കുറിച്ച് മൊത്തത്തിൽ പറയാൻ എൻ്റെ ഒരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ അപ്പുക്കുട്ടൻ പറഞ്ഞ പോലെ മൊത്തത്തിലൊന്നും കലങ്ങിയിട്ടില്ല. ഓക്കെ, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു ആസ് യൂഷ്വൽ ഒരു ശങ്കർ സിനിമ എന്താണോ അതാണ് ഈ സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇതൊന്നും തോന്നിയില്ല. ഓക്കെ, ശങ്കറിന്റെ മൂവി ഒരിക്കലും ഒരു ടീച്ചറെ വെച്ച് വിലയിരുത്താനും പാടില്ല. തിയേറ്ററിൽ പോയി കണ്ടാൽ വിലയിരുത്താൻ പാടുള്ളൂ. അതിന് ഉദാഹരണമാണ് ഇന്ത്യൻ 2. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇതിലൊരു ഹിഡൻ കൂടി ഉണ്ട്. പിന്നെ ശങ്കറിന്റെ കുറെ കാലമായിട്ടുള്ള സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ വാണപ്പെട്ട പോലെ തിരിച്ചെന്നെ വരുന്നുണ്ടല്ല. ഓക്കെ, എന്തായാലും ഈ സിനിമ ജയിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, ഓൾ ദി ബെസ്റ്റ് അടിക്കുന്നു. പിന്നെ രാംചരണിനെ പിന്നെ ഗ്ലോബലൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോ എന്താണെന്ന് അറിയില്ല. എന്തായാലും സിനിമ വരട്ടെ. എന്തായാലും സിനിമ സംക്രാന്തിക്ക് എത്തും. ഗെയിം ചേഞ്ചർ തന്നെ ടോളിവുഡിലാവുന്ന വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. അല്ലാത്തവർക്ക് എന്താ പറയുക, ഇതൊരു ആസ് യൂഷ്വൽ ശങ്കർ സിനിമയായിട്ട് മാറാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം ശങ്കർ ആയതുകൊണ്ട് പടം കണ്ട് റിലീസ് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം കുറെ കാലമായിട്ട് ശങ്കറിന്റെ മൂവീസൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തായാലും കാർത്തിക്, പിന്നെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് കാർത്തിക് സുബരാജാണ് ഇതിന്റെ സ്റ്റോറി. ഓക്കെ, അപ്പോൾ അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് നമുക്ക് സിനിമ നോക്കാം. ശങ്കറിന്റെ കുറെ സിനിമ നോക്കുകയാണെങ്കിൽ പക്ഷെ അദ്ദേഹം ടെക്നിക്കാലിറ്റി എല്ലാം ശങ്കറിന്റെ കാര്യത്തിൽ ടെക്നിക്കൽ ബേസിൽ അദ്ദേഹം ഭയങ്കര ബ്രില്യൻസ് ആയിരിക്കും.
രാംചരണിൽ എന്തായാലും എന്താ പറയാ ഒരു മസാല കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫാൻസിന് എന്തായാലും അടിച്ചോടി കാണാൻ സിനിമ കാണാനും രാവിലെ എണീച്ച് പോയിട്ട് പാലൊഴിക്കാനും പിന്നെ പട്ടാസ് വെടിപ്പിക്കാനും പടക്കം പൊട്ടിക്കാനും എല്ലാത്തിനുമുള്ള സമയം ഈ സിനിമ തുടങ്ങും മുമ്പായിട്ട് ഉണ്ടാവും. അതിനുശേഷം പിന്നെ പൊട്ടിക്കാൻ പറ്റിയില്ലെങ്കിലോ. ഓക്കെ, അങ്ങനെയുണ്ട്. അപ്പൊ എന്തായാലും സിനിമയ്ക്ക് എല്ലാവിധ എന്താ പറയാ ആശംസകൾ നേരുന്നു. അടുത്തൊരു അപ്ഡേറ്റ്സ് ഉണ്ടാവുന്നതുവരെ നിങ്ങൾ സ്റ്റേ ട്യൂൺ. എന്തായാലും ഇനിയൊരു അപ്ഡേറ്റ്സിന്റെ ട്രെയിലർ വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അറിയാൻ പറ്റും. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.